പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പറയാനാണ് വന്നിട്ടുള്ളത്. സോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ മാസത്തെ എക്സാം കലണ്ടർ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അധ്യാപക ജോലി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസത്തിൽ ഏത് പരീക്ഷയാണ് വരുന്നത് നമുക്ക് നോക്കാം. മെയ് മാസത്തിൽ വിവിധ വിഷയങ്ങളിലെ HSST എക്സാം നടക്കുന്നുണ്ട്. സോ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. HSST ഫിസിക്സിന്റെ വരെ ഡേറ്റ് മെയ്യിലാണെന്ന് നമ്മൾ അറിഞ്ഞു. സോ HSST കെമിസ്ട്രി എന്നാണ് എന്നുള്ളത് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. നോൺ വൊക്കേഷണൽ ടീച്ചർ, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടീച്ചർ കെമിസ്ട്രി, ഹയർ സെക്കൻഡറി ടീച്ചർ കെമിസ്ട്രി രണ്ട് പോസ്റ്റുകളിലേക്കുമുള്ള എക്സാം ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. രണ്ടിനും ഒറ്റ പരീക്ഷയാണ്, ഒറ്റ ദിവസമാണ് നടക്കുന്നത്. എക്സാം ഡേറ്റ് നോക്കുകയാണെങ്കിൽ ജൂൺ 11 വ്യാഴാഴ്ചയാണ്. രാവിലത്തെ സ്ലോട്ട് ആയിരിക്കും. നമുക്കറിയാം ടീച്ചിങ് എക്സാമുകളൊക്കെ മിക്കപ്പോഴും നടക്കാറുള്ളത്. ഇപ്പോൾ HSST തുടങ്ങിയിട്ടുള്ള പരീക്ഷകളൊക്കെ നടക്കുന്നത് രാവിലത്തെ എക്സാം ആയിട്ടായിരിക്കും, 7 മണിയുടെ എക്സാം ആയിട്ടായിരിക്കും നടക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. വർക്കിംഗ് ഡേ ആണ്, വ്യാഴാഴ്ച ദിവസമാണ് എക്സാം വരുന്നത്. ജൂൺ 11. അപ്പോൾ ഓർത്ത് വെക്കുക, കെമിസ്ട്രി പരീക്ഷയ്ക്ക് HSST കെമിസ്ട്രിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർ ഓർത്ത് വെച്ചോളുക. ജൂൺ 11 എക്സാം എന്ന് പറയുന്നത്. സോ നമ്മുടെ നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി അതിന് അപ്ലൈ ചെയ്തവരുടെ എണ്ണം കൺഫർമേഷന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. 3386 പേരാണ് കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുൻപ് ഇപ്പോൾ നിലവിൽ അപേക്ഷിച്ചിട്ടുള്ളത്. ഇനി HSST കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ 4043 പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത്. രണ്ട് പരീക്ഷകളും ജൂൺ 11 തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി നിങ്ങൾ നോക്കുക. 23/3/2026, അതായത് മാർച്ച് 23 മുതൽ ഏപ്രിൽ 11 വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി. അപ്പോൾ അപ്ലൈ ചെയ്തവർക്കൊക്കെ നിങ്ങളുടെ ഒഫീഷ്യൽ മെയിൽ ID-യിലേക്കും അതുപോലെ തന്നെ രജിസ്റ്റേർഡ് മെയിൽ ID-യിലേക്കും ഫോൺ നമ്പറിലേക്കും ഒക്കെ PSCയുടെ ഭാഗത്ത് നിന്നുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടാകും. സോ പെട്ടെന്ന് തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാതെ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. ഉഷാറായിട്ട് തന്നെ പഠിക്കുക. ഏകദേശം 7000-ലധികം പേര് എഴുതുന്ന പരീക്ഷയാണ് എന്നുള്ളത് കണക്കാക്കുക. സിലബസും നമുക്ക് എക്സാം കലണ്ടറിനൊപ്പം തന്നെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ വെയിറ്റിംഗ് അല്ലേ, നമ്മുടെ കുറേ കാലമായിട്ടുള്ള വെയിറ്റിംഗ് അവസാനിക്കുകയാണ്. ജൂണിൽ തന്നെ എക്സാമിലേക്ക് HSST കെമിസ്ട്രിയോടെ എക്സാമും ജൂണിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള വിഷയങ്ങളിലേക്കുള്ള HSST എക്സാം മെയ്യിലും നടക്കുന്നുണ്ട്. സോ അവധിക്കാലമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. പരീക്ഷകളൊക്കെ അല്ലേ, നമ്മുടെ അക്കാഡമിക് എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒരുവിധം കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സമയമാണ്. ഏപ്രിലും മെയ്യും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഹയർ സെക്കൻഡറി അധ്യാപകരാകാന്നുള്ള നിങ്ങളുടെ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കുക. അപ്പം NDയിലാണെങ്കിൽ തന്നെ HSSTയുടെ റിവിഷൻ ബാച്ചുകൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പരീക്ഷകൾ എങ്ങനെ എഴുതി പരിശീലിക്കണം, നമ്മൾ എത്രയൊക്കെ നന്നായി കണ്ടന്റ് പഠിച്ചു എന്ന് പറഞ്ഞാലും അതിൽ നിന്ന് എന്ത് പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ പരീക്ഷയുടെ പാറ്റേണിനെ അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ പാറ്റേണിനെ അറിഞ്ഞ് തന്നെ പഠിക്കാനായിട്ടുള്ള ഓപ്ഷനും HSSTയുടെ റിവിഷൻ ബാച്ചിൽ എൻട്രി ഒരുക്കുന്നുണ്ട്. സോ റിവിഷൻ ബാച്ചിനെ പറ്റിയിട്ട് അറിയാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിച്ചാലായിട്ട് മനസ്സിലാകും. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.